ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തകളും കഴിഞ്ഞ ദിവസം നടന്ന UP സ്കൂൾ ടീച്ചറിൻ്റെ കട്ട് ഓഫ് മാർക്കും ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. LP UP കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൽ അപേക്ഷകരുടെ തള്ളിക്കയറ്റം. LPയിൽ കൂടിയത് 6421 അപേക്ഷകൾ, UPയിൽ 16,665. LP UP അധ്യാപക തസ്തികകളുടെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൽ അപേക്ഷകരുടെ തള്ളിക്കയറ്റം. UPയിൽ 16,665 പേരും LPയിൽ 6,421 പേരും കൂടുതലായി അപേക്ഷിച്ചു. ഇവരിൽ ഭൂരിഭാഗവും അർഹതയില്ലാത്തവരാണെന്നാണ് PSCയുടെ പ്രാഥമിക വിലയിരുത്തൽ. നിശ്ചിത തീയതിക്കകം യോഗ്യത നേടാത്തവരും ആദ്യ വിജ്ഞാപനത്തിൽ യഥാസമയം അപേക്ഷിക്കാത്തവരും കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തോടൊപ്പം അപേക്ഷ സമർപ്പിച്ചതായാണ് കാണുന്നത്. ഇവരുടെ അപേക്ഷയിൽ പരിശോധന നടത്തി അർഹതയുള്ളവർക്ക് മാത്രമേ പരീക്ഷയ്ക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് നൽകുന്നുള്ളൂവെന്ന് PSC അറിയിച്ചു. അല്ലാത്ത ആർക്കെങ്കിലും അഡ്മിഷൻ ടിക്കറ്റ് കിട്ടി പരീക്ഷ എഴുതിയതായി കണ്ടെത്തിയാൽ അവരുടെ അപേക്ഷ തിരഞ്ഞെടുപ്പിൻ്റെ ഏത് ഘട്ടത്തിനിടയിലും റദ്ദാക്കും. 2023 ഡിസംബറിലാണ് LP UP അധ്യാപക നിയമനത്തിന് PSC അപേക്ഷ ക്ഷണിച്ചത്. 2 തസ്തികകൾക്കും 2 തവണ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം പഠിക്കാത്തവരിൽ 2023 ഫെബ്രുവരി 24 മുമ്പ് അധ്യാപിക പരിശീലന കോഴ്സിന് ചേർന്നവർക്കും പരിശീലനം പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാനായിരുന്നു ആദ്യത്തെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം. ഇതിന് ജൂൺ 16 വരെ അവസരവും നൽകി. 4% ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിനായിട്ടാണ് രണ്ടാമത് കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ഭിന്നശേഷി 4ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ ജൂൺ 29 വരെ സമയം അനുവദിച്ചു. ഇങ്ങനെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർ എല്ലാ യോഗ്യതകളും 31/1/2024 നേടിയതായിരിക്കണമെന്നാണ് വ്യവസ്ഥ. UP സ്കൂൾ ടീച്ചർ പരീക്ഷ ജൂലൈ 6 നടന്നു. ജൂലൈ 20 LP അധ്യാപക പരീക്ഷ നടത്തുന്നത്. പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ OTP സംവിധാനം നിലവിൽ വന്നു. മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും പരിശോധിച്ചുറപ്പിക്കണം. പ്രൊഫൈൽ ദുരുപയോഗം തടയുന്നതിന് കർശന നടപടികളുമായി PSC രംഗത്ത്. ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നതിന് OTP രേഖപ്പെടുത്തണം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്കാണ് OTP വരുന്നത്. അത് രേഖപ്പെടുത്തിയാൽ പ്രൊഫൈൽ തുറന്നു കിട്ടുകയുള്ളൂ. ഉദ്യോഗാർത്ഥിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇനി പ്രൊഫൈലിൽ പ്രവേശിച്ച് അപേക്ഷ നൽകാനും മറ്റ് ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കും കഴിയുകയുള്ളൂ. അതിനാൽ പ്രൊഫൈൽ ദുരുപയോഗങ്ങൾ തടയാനാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ നിലവിലെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും അടങ്ങിയ സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. അവ നിലവിൽ ഉപയോഗത്തിലുള്ളതാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തണം. അല്ലാത്തവർക്ക് തിരുത്തൽ വരുത്താം. OTP സംവിധാനം ഉപയോഗിച്ച് അവ ഉറപ്പാക്കുകയും വേണം. നിബന്ധനകൾക്കനുസരിച്ച് പാസ്വേഡ് പുതുക്കാനുള്ള സ്ക്രീനും തുടർന്ന് പ്രത്യക്ഷപ്പെടും. അതിനുശേഷം യൂസർ IDയും പുതുക്കിയ പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിനകം വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ലഭ്യമാകുന്ന OTP രേഖപ്പെടുത്തി ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ പ്രവേശിക്കാം. 6 മാസത്തിനിടെ സുരക്ഷാ കാരണങ്ങളാൽ 6 മാസത്തിനിടയ്ക്ക് പാസ്വേഡ് ഉദ്യോഗാർത്ഥികൾ പുതുക്കണമെന്നും PSC നിർദ്ദേശിച്ചു. അതിനുള്ള സൗകര്യം പ്രൊഫൈലിലുണ്ട്. ഉദ്യോഗാർത്ഥികൾ അതീവ ഗൗരവത്തോടെ ശ്രദ്ധയോടെയാണ് പ്രൊഫൈൽ കൈകാര്യം ചെയ്യേണ്ടത്. പിശകുകൾക്കും തെറ്റുകൾക്കും ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും ഉത്തരവാദികളെന്നും PSC അറിയിച്ചു. 3 തസ്തികകൾക്ക് സാധ്യതാ പട്ടിക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ പ്രിൻറ്റിംഗ് ടെക്നോളജി കാറ്റഗറി നമ്പർ 423/2023. തൃശ്ശൂർ ജില്ല വിവിധ വകുപ്പുകളിലായ കാറ്റഗറി നമ്പർ 601/2023. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ 451/2023 എന്നീ തസ്തികകളുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചു. ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ അസോസിയേറ്റ് പ്രൊഫസർ റീഡർ ഫോറൻസിക് ആൻഡ് ടോക്സിക്കോളജി, അസോസിയേറ്റ് പ്രൊഫസർ റീഡർ ഓർഗനോൺ ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പത്തിക് ഫിലോസഫി, വാട്ടർ അതോറിറ്റിയിൽ സാനിറ്ററി കെമിസ്റ്റ് എന്നീ തസ്തികകളുടെ ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കും. മുപ്പത്തേഴ് തസ്തികകളിൽ
PSC വിജ്ഞാപനമുണ്ട്. കേര ഫെഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അനലിസ്റ്റ്. കേര ഫെഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ കമ്പ്യൂട്ടർ പ്രോഗ്രാം അനലിസ്റ്റ്. പോലീസിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ ഉൾപ്പെടെ 37 തസ്തികകൾക്ക് പുതിയ വിജ്ഞാപനം തയ്യാറായി. ജൂലൈ 30 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാൻ PSC യോഗം അനുമതി നൽകി. സെപ്റ്റംബർ 4 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. വെറ്റിനറി ആൻഡ് ആനിമൽ സയൻറ്റിസ്റ്റ് സർവകലാശാലയിൽ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ആദ്യ വിജ്ഞാപനവും ഇതിലുണ്ട്. 33 ഒഴിവാണ് സർവകലാശാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. +2 വിജയമോ തത്തുല്യമോ ആണ് അടിസ്ഥാന യോഗ്യത. പൗൾട്രി പ്രൊഡക്ഷൻ, ഡയറി സയൻസ്, ലാബോറട്ടറി ടെക്നിക്ക് തുടങ്ങിയ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമയും വേണം. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിക്കും. വിജ്ഞാപനം തയ്യാറായ തസ്തികകളുടെ വിവരങ്ങൾ ചുവടെ. ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോകെമിസ്റ്റ്. പോലീസ് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ വകുപ്പിൽ ഫിംഗർ പ്രിൻ്റ് സെർച്ചർ. കെയർ ഫെഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ. സഹകരണ വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി VO തസ്തികമാറ്റം മുഖേന. വനിതാ ശിശുവികസന വകുപ്പിൽ സൂപ്പർവൈസർ. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജർ. ഭൂജല വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റുഡിയോ അസിസ്റ്റൻറ്റ്. കേര ഫെഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ അനലിസ്റ്റ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ഇലക്ട്രീഷ്യൻ. സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകൾ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്. ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിലുള്ളത്. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തമിഴ്. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തസ്തികമാറ്റം മുഖേന. ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം. വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പവർ ലോണ്ടറി അറ്റൻഡർ. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വനിതാ ശിശു വികസന വകുപ്പിൽ സൂപ്പർവൈസർ. ICDS പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതാ ജീവനക്കാരിൽ നിന്ന് മാത്രം. വ്യാവസായിക പരിശീലന വകുപ്പിൽ വർക്ക്ഷോപ്പ് അറ്റൻഡർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. NCA സംസ്ഥാന തലത്തിൽ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ SCCC. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ദ്രവ്യഗുണ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി. കേരള ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്. വനിതാ ശിശുവികസന വകുപ്പിൽ സൂപ്പർവൈസർ. പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിൽ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൽ പ്യൂൺ ഓർ വാച്ച്മാൻ. KSFEയിൽ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനം. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ മുസ്ലിം. NCA ജില്ലാ തലത്തിൽ. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS ഈഴവ, തീയ, ബില്ലവ. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം പട്ടികജാതി ഹിന്ദു നാടാർ. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൽ അർഹതാ പട്ടികയിൽ 121 പേര്. വനം വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിയമനത്തിനുള്ള അർഹതാ പട്ടിക PSC പ്രസിദ്ധീകരിച്ച് 121 പേർ ഉൾപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരി 16 നടത്തിയ OMR പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അർഹതാ പട്ടിക തയ്യാറാക്കിയത്. 28 മാർക്കാണ് കട്ട് ഓഫായി നിശ്ചയിച്ചത്. പരീക്ഷ എഴുതിയവർക്ക് മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തരക്കടലാസിൻ്റെ പകർപ്പിനും ഇപ്പോൾ അപേക്ഷിക്കാം. അർഹതാ പട്ടികയിലുള്ളവർക്ക് ഇനി കായികക്ഷമതാ പരീക്ഷയും നടത്ത പരീക്ഷയും ഉണ്ട്. അതിൻ്റെ തീയതി പിന്നീട് അറിയിക്കും. അതിനുശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കും. സിവിൽ എക്സൈസ് ഓഫീസർ ചുരുക്കപ്പട്ടിക തൃശ്ശൂരിൽ 370 പേരാണ്. സിവിൽ എക്സൈസ് ട്രെയിനി ചുരുക്കപ്പട്ടികയുടെ പ്രസിദ്ധീകരണം തുടങ്ങി. തൃശ്ശൂരിൻ്റെയാണ് ആദ്യം വന്നത്. മുഖ്യ പട്ടികയിൽ 247 പേരും ഉപപട്ടികയിൽ 123 പേരും ഉൾപ്പെടെ ആകെ 370 പേർ ഉൾപ്പെട്ടു. 50 മാർക്കും അതിന് മുകളിലും നേടിയവരാണ് മുഖ്യ പട്ടികയിലുള്ളത്. എൻഡ്യൂറൻസ് ടെസ്റ്റ്, ശാരീരിക അളവെടുപ്പ്, കായികക്ഷമത പരീക്ഷ എന്നിവയ്ക്ക് ശേഷം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. ഇംഗ്ലീഷ് SSTക്ക് ഈ വർഷവും പുതിയ തസ്തികകളില്ല. കുഴക്കിയില്ല.
UPSC പരീക്ഷയ്ക്ക് സമ്മിശ്ര പ്രതികരണം. വിവിധ ജില്ലകളിലെ UP സ്കൂൾ ടീച്ചർ നിയമനത്തിനായി ജൂലൈ 6-ന് PSC നടത്തിയ പരീക്ഷ നന്നായി തയ്യാറെടുത്തവർക്ക് എളുപ്പമായപ്പോൾ ശരാശരി തയ്യാറെടുപ്പോടെ സമീപിച്ചവർക്ക് കഠിനമായി. ചരിത്ര വിഭാഗത്തിലെ ചോദ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന രീതിയിലുള്ളവയായിരുന്നു. സയൻസിലെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ സയൻസിതര വിഭാഗക്കാരെ കുഴക്കി. ഗണിതത്തിൽ 50% മാർക്ക് ഏതാണ്ട് എല്ലാ വിഷയക്കാർക്കും നേടിയെടുക്കാവുന്ന വിധത്തിലുള്ളതാണ്. സൈക്കോളജിയിലെ ചോദ്യങ്ങളെല്ലാം തൊഴിൽ വാർത്തയിലെ മോക്ക് ടെസ്റ്റിൽ കൈകാര്യം ചെയ്തവയായിരുന്നു. ചില ചോദ്യങ്ങൾ കാര്യമായ മാറ്റമില്ലാതെ വരികയും ചെയ്തു. തൊഴിൽ വാർത്ത മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിച്ചവർക്കെല്ലാം ഇതിൽ മുഴുവൻ മാർക്കും നേടാനാവും. ഇംഗ്ലീഷ് മലയാളം ചോദ്യശൈലി കൊണ്ട് ഇതര വിഷയക്കാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. പരീക്ഷയിലെ ഏറ്റവും കഠിനമേറിയ ഭാഗമായി ഭൂരിഭാഗം വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്ന മലയാളം ചോദ്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ പൊതുവെ കുഴയ്ക്കുന്നതായിരുന്നില്ല. കട്ട് ഓഫ് മാർക്ക്. പരിഷ്കരിച്ച സിലബസ് മുൻകൂട്ടി ലഭ്യമായതും എല്ലാ വിഷയങ്ങൾക്കും സിലബസിൽ ഏതാണ്ട് തുല്യ പരിഗണന ലഭിച്ചതും ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകതയാണ്. അതേസമയം കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ അനുകൂല ഘടകങ്ങൾ പ്രധാനമായ അടച്ചിടൽ സമയം ഇത്തവണ പഠനത്തിന് ലഭിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് ഉദ്യോഗാർത്ഥികളെല്ലാം വീട്ടിലിരുന്ന് കൂടുതൽ സമയം തയ്യാറെടുത്തു എന്നത് അന്ന് കട്ട് ഓഫ് മാർക്ക് ഉയരാൻ പ്രധാന കാരണമായി വിലയിരുത്തുന്നു. എങ്കിലും 14 ജില്ലകളുടെയും കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് നേരിയ വ്യത്യാസത്തോടെ ഇത്തവണയും ആവർത്തിക്കാനാണ് സാധ്യത. പട്ടികയുടെ വലിപ്പത്തിനനുസരിച്ച് 54 മുതൽ 68 വരെ കട്ട് ഓഫ് മാർക്ക് വരാനാണ് ചാൻസ്. വലിയ ലിസ്റ്റിന് സാധ്യതയുള്ള ജില്ലകളിൽ 60 മുതൽ 66 വരെയാണ് കട്ട് ഓഫ് മാർക്കിന് സാധ്യത. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.